ഓക്കെ, ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് കോപ്ലാനാർ ഫോഴ്സസ്, പിന്നെ കൊളിനിയർ ഫോഴ്സസ്, കോപ്ലാനാർ ഫോഴ്സ് സിസ്റ്റം നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ആണ്. കോമ്പോസിഷൻ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് റിസൾട്ടൻ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഇത് വെച്ചാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. അതായത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണ് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ വരുന്നത്. കുറേ ഫോഴ്സ് സിസ്റ്റം തരും, ഒരു പോയിന്റിൽ നിന്നും ആക്ട് ചെയ്യുന്ന കുറേ ഫോഴ്സ് ഉള്ള ഒരു സിസ്റ്റം നമുക്ക് തരും ക്വസ്റ്റ്യനിൽ. അതിനെ നമുക്ക് റിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. ഇതായിരിക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട, ഇന്നലെ പറഞ്ഞതിലൊരു കാര്യം ഓർത്തിരിക്കണം. നമ്മൾ ഇന്നലെ ഇങ്ങനെ ആംഗിൾ റിസോൾവ് ചെയ്ത് എഴുതിയിരുന്നല്ലോ, എഫ് എക്സും എഫ് ഐയും റിസോൾവ് എഴുതിയിരുന്നല്ലോ. അതായത് ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇത് അതായത് ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്, വൈ ആക്സിസ്. ഓക്കെ ഉണ്ടല്ലോ. ഇതിൽ നമ്മൾ ഇങ്ങനെയാണ് ഒരു ഫോഴ്സ് തരുന്നത്. ഒരു ഫോഴ്സ് എഫ് ഇങ്ങനെയുണ്ടെങ്കിൽ ഈ ഫോഴ്സ് എഫ് ഹൊറിസോണ്ടലുമായിട്ടാണ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നതെങ്കിൽ എഫ് എക്സ് എന്തായിരിക്കും? അതായത് ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് എഫ് എക്സ്. ഈ ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയ എഫ് എക്സ് എന്തായിരിക്കും? എഫ് കോസ് തീറ്റ ആയിരിക്കും. അതായത് ഈ എക്സ് ആക്സിസിൽ ഉള്ളത് എപ്പോഴും കോസ് കമ്പോണൻ്റ് ആയിരിക്കും. കോസ് കമ്പോണൻ്റ് ആയിരിക്കും എപ്പോഴും വരുന്നത്. വൈ ആക്സിസിൽ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും എപ്പോഴും വരുന്നത്. ഓക്കെ, ഇപ്പോൾ എഫ് എക്സ് എഫ് കോസ് തീറ്റയും എഫ് ഐ എഫ് ഇൻറ്റു സൈൻ തീറ്റയും വരും. തിരിച്ച് എന്താണ് ഈ ഫോഴ്സ് ഉണ്ട് എഫ്, ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ഇത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, ഇനി ഈ ഫോഴ്സ് വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ടാണ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എങ്കിൽ, എഫ് വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിട്ടാണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ എഫ് എക്സ് എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റയും എഫ് ഐ എഫ് കോസ് തീറ്റയും ആയിരിക്കും. നമ്മൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷനാണ്. ഈ എഫ് സൈൻ തീറ്റയും എഫ് കോസ് തീറ്റയും എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, ഈ ഡയറക്ഷൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പോയിന്റിൽ നിന്നും നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഫോഴ്സ് ഉണ്ടോ, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അത് എവേ ഫ്രം ദിസ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോസ് കമ്പോണൻറ്റും, അതായത് ഓക്കെ ഇത് എവേ ഫ്രം ആണെങ്കിൽ ഇതിൻ്റെ എഫ് കോസ് തീറ്റ ആണല്ലോ ഇങ്ങോട്ടുള്ളത് എഫ് സൈൻ തീറ്റയും, ഇതും എവേ ഫ്രം ദിസ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി തിരിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ, അതായത് ടു ദ പോയിന്റ് ആണെങ്കിൽ എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റയും ടു ദ പോയിന്റ് ആയിരിക്കും കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതും പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് മടിച്ചു വെച്ചോണം. ഇനി നമുക്ക് റിസൾട്ടൻ്റ് ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് കോപ്ലാനാർ കൺകറന്റ് സിസ്റ്റം നോക്കാം എന്താണെന്ന്. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് കോപ്ലാനാർ കൺകറന്റ് ഫോഴ്സസ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ റിസോൾവിംഗ് ഫോഴ്സസ് അലോങ് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അത് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ എടുത്താൽ കുറേ ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഒരു പോയിന്റിലേക്ക് ആക്ട് ചെയ്യുന്ന കുറേ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കാവുന്നു. ഓക്കെ, പിന്നെ ഒരു തിയറം ഓഫ് റിസോൾവ്ഡ് പാർട്ട് ഉണ്ട്. അതായത് പറയുന്നത് തിയറം ഓഫ് റിസോൾവ്ഡ് പാർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രൊജക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ടു ഫോഴ്സസ് ഓൺ എനി ആക്സിസ് ഈസ് ഈക്വൽ ടു ദ ആൾജിബ്രൈക് സം ഓഫ് കമ്പോണൻറ്റ്സ് ഓഫ് ദ ടു ഫോഴ്സസ് along the same axis. Okay, the theorem of resolved part പറയുന്നത് the projection of resultant of two forces on any axis is equal to the algebraic sum of component of two forces along the same axis. Okay, നമ്മൾ ഫിഗർ നോക്ക്. ഇത് രണ്ട് ആക്സിസ് ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഇത് വെർട്ടിക്കലാണ് എക്സ്, ഇത് ഹൊറിസോണ്ടൽ ഇത് ഹൊറിസോണ്ടൽ എക്സും ഇത് വെർട്ടിക്കൽ വൈയും എടുത്ത്. ഓക്കെ, ഇത് രണ്ട് ഫോഴ്സ് ഉണ്ട് നടക്കുക.
F1 F2. ഓക്കെ, ഇതിൻ്റെ ഈ രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന R. രണ്ട് ഫോഴ്സിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന R. ഇനിയും ഈ തിയറം ഓഫ് റിസോൾട്ട് പാർട്ട് പറയുന്നത് ഏതേലും ഒരാക്സിസിനെ എടുക്കുകയാണെങ്കിൽ, അതായത് ആ ആക്സിസിലേക്കുള്ള ഈ ഡിഫറെൻറ്റ് ഫോഴ്സ് ഉണ്ടല്ലോ F1 F2, അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ ആൾജിബ്രൈക് സം ആയിരിക്കും ഈ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നോക്ക്, ഈ F1 ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ α1, F2 ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത് α2, റിസൾട്ടൻ്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ Fx എന്തായിരിക്കും? അതായത് ഹൊറിസോണ്ടലിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് F1 തീറ്റ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നതുകൊണ്ട് കോസ് F1ൻ്റെ ആംഗിൾ α1 പ്ലസ് F2 ഇൻറ്റു കോസ് F2ൻ്റെ ആംഗിൾ α2 ഈസ് ഈക്വൽ ടു R ഇൻറ്റു R മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. R എന്ന് പറയുന്നതാണ് റിസൾട്ടൻറ്റ്. ഇത് എവേ ഫ്രം ദ പോയിന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വെർട്ടിക്കലിൻ്റെ കമ്പോണൻറ്റ് എന്ത് വരും? F1 സൈൻ α1 പ്ലസ് F2. ഇക്വിലിബ്രിയൻ്റ് എന്തോന്ന് നോക്കണം. റിസൾട്ടൻറ്റും ഇക്വിലിബ്രിയൻറ്റും ഉണ്ട്. ഇക്വിലിബ്രിയൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എ റിസൾട്ടൻറ്റ് ഈസ് കാൾഡ് ഇക്വിലിബ്രിയൻ്റ്. ഇപ്പം നോക്ക്, ഇപ്പം ഇവിടെ R ഉണ്ട്. ഈ R ആണ് റിസൾട്ടൻ്റ് എങ്കിൽ ഇതിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡും പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനുമുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ടൻറ്റിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡും ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ, അതാണ് ഇക്വിലിബ്രിയൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുക്കുകയാണ്. ഇപ്പം നോക്ക്, ഇപ്പോൾ രണ്ട് ആക്സിസ് എടുക്കുക, കാണാൻ പറ്റുന്നുണ്ടല്ലോ, രണ്ട് ആക്സിസ് എടുക്കുക. Y ആക്സിസ്, അതായത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് വൈയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എക്സും ആയിട്ട് എടുത്തേക്കാണ്. കണ്ടോ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോഴ്സസ് ആണ് F1, F2 ആൻഡ് F3, F4. ഇങ്ങനെ എന്താണ് 4 ഫോഴ്സ് ഉണ്ട്. ഇതിൻ്റെ റിസൾട്ടൻ്റ് നമ്മൾ R ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്തു. ഓക്കെ, R ആയിട്ട് അസ്യൂം ചെയ്തു. പിന്നെ നോക്കി, ഇതിൽ 4 ക്വാഡ്രൻ്റ് ഉണ്ടല്ലോ. ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്, തേർഡ് ക്വാഡ്രൻ്റ്, ഫോർത്ത് ക്വാഡ്രൻ്റ്. നമുക്കറിയാമല്ലോ, ഇതെടുക്കുകയാണെങ്കിൽ 4 ക്വാഡ്രൻ്റ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, റിസൾട്ട് നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി F1 മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1. അതായത് നോക്ക്, ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, അതായത് എക്സ് ആക്സിസുമായിട്ടാണ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് എല്ലാം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നിന്നും ഓരോ ഫോഴ്സിലേക്ക് മേക്ക് ചെയ്യുന്നതായിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നിന്ന് F1ലേക്കുള്ളത് α1, F2ലേക്കുള്ള α2, F3 α3 ആൻഡ് F4 α4. അങ്ങനെ 4 ആംഗിളുണ്ട്. റിസൾട്ടൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ. ഓക്കെ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? അതായത് Fx എന്ന് പറയുന്നത് എന്തൊക്കെ കാണും? ഇവിടെ Fxൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെ കാണും ഹൊറിസോണ്ടലിൻ്റെ? ഫസ്റ്റ് വൺ F1 എന്തുണ്ട്? കോസ് α1. പിന്നുള്ളത് F2 കോസ് α2, F3 കോസ് α3 ആൻഡ് F4 കോസ് α4. ഇങ്ങനെ 4 കമ്പോണൻ്റ് ഉണ്ട് ഹൊറിസോണ്ടലിലും. അതുപോലെ Fi കമ്പോണൻറ്റ്സ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് എന്തൊക്കെ കാണും? F1 സൈൻ α1, F2 സൈൻ α2, F3 സൈൻ α3 ആൻഡ് F4 സൈൻ α4. അങ്ങനെ ഇതും 4 കാണും. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് ഉണ്ട്. ഇനിയും നമ്മൾ ഈ തിയറം ഓഫ് റിസോൾട്ട് പാർട്ട് പറയുന്നത് എന്താണ്? ഇതിൻ്റെ റിസൾട്ടൻ്റ്, അതായത് എക്സ് ആക്സിസിലുള്ള ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിലുള്ള ഫോഴ്സിൻ്റെ എല്ലാം കൂടി ആൾജിബ്രൈക് സം ആയിരിക്കും. ഓക്കെ, ഈ എക്സ് ആക്സിസിലുള്ള റിസൾട്ടൻ്റ് എന്തായിരിക്കും? R കോസ് തീറ്റയും വൈ ആക്സിസിലുള്ള റിസൾട്ടൻറ്റിൻ്റെ കമ്പോണൻ്റ് R സൈൻ തീറ്റയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ തിയറം ഓഫ് റിസോൾട്ട് പാർട്ട് പറയുന്നത് F1 cos α1 plus F2 cos α2
plus f3 cos alpha 3 plus f4 cos alpha 4 is equal to r cos theta. ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സം ഉണ്ടല്ലോ, ഇതിൻ്റെ സം എല്ലാം കൂടെ നമുക്ക് ഷോർട്ട് ഫോം ആക്കിയിട്ട് എപ്സിലോൺ എന്ന് പറയാം. എഫ് എക്സ്, അതായത് എക്സ് ആക്സിസിൽ, അതായത് ഹൊറിസോണൽ കമ്പോണൻറ്റിൻ്റെ എല്ലാം കൂടെ സം ആണല്ലോ ഇത്. നമുക്ക് എപ്സിലോൺ എഫ് എക്സ് എന്ന് പറയാം. എപ്സിലോൺ എഫ് എക്സ് ഇസ് ഇക്വൽ ടു ആർ കോസ് തീറ്റ. ഇതിനെ 1 ആയിട്ട് എടുക്കുക. മനസ്സിലായല്ലോ. സിമിലർലി വെർട്ടിക്കൽ കമ്പോണൻസിന് എന്തൊക്കെയാണ്? F1 sin alpha 1 plus F2 sin alpha 2 plus F3 sin alpha 3 plus F4 sin alpha 4 is equal to R sin theta. തിയറം ഓഫ് റിസോൾട്ട് പാർട്ട് പറയുന്നതാണ്. ഓക്കെ, ഇതപ്പോൾ നോക്ക്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് ഐയുടെ സം ആണിത്, എപ്സിലോൺസ് ആണ്. അതായത് എപ്സിലോൺ എഫ് ഐ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. നമ്മൾ 2 എന്ന് വിളിക്കും. ഓക്കെ, ഇത് 2 കിട്ടിയല്ലോ, 2 ഫോഴ്സ് കിട്ടി. ഇതിനെ നമ്മളിതിനെ സ്ക്വയറിങ്ങും ആൻഡ് ആഡിങ്, ഈ 2 ഫോഴ്സും സ്ക്വയറും ആഡും ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എപ്സിലോൺ എഫ് എക്സ് സ്ക്വയർ പ്ലസ് എപ്സിലോൺ എഫ് ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. അതായത് 1ഉം 2ഉം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കാം. 6 കോമൺ എടുത്താൽ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 1. അപ്പോൾ ബാക്കി എന്ത് വരും? ആർ സ്ക്വയർ. അതായത് എപ്സിലോൺ എഫ് എക്സ് സ്ക്വയർ പ്ലസ് എപ്സിലോൺ എഫ് ഐ സ്ക്വയർ ഇക്വൽ ടു ആർ സ്ക്വയറിന് കിട്ടും. മനസ്സിലായല്ലോ. കോസ് സ്ക്വയറും സൈൻ സ്ക്വയറും 1 ആയതുകൊണ്ടാണ് ആഡ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ therefore r is equal to square root of epsilon fx square plus epsilon fy square. ഇങ്ങനെയായിട്ടുള്ള റിസൾട്ടൻ്റ് സംശയമൊന്നുമില്ലല്ലോ. റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എപ്സിലോൺ എഫ് എസ് സ്ക്വയർ പ്ലസ് എപ്സിലോൺ എഫ് ഐ സ്ക്വയർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ആർ ഇസ് ഈക്വൽ ടു റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഹൊറിസോണൽ കമ്പോണൻറ്റിൻ്റെ എല്ലാം കൂടെ സമ്മ് പ്ലസ് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സ്ക്വയറിൻ്റെ എല്ലാം കൂടെ സമ്മ്. ഇതാണ് ഇത് കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഇതിൻ്റെ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇതുള്ളത് എന്താണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എപ്സിലോൺ എഫ് ഐ ഡിവൈഡ് ബൈ എപ്സിലോൺ എഫ് എക്സ്. ഇത് പഠിച്ചിരിക്കണം. തീറ്റ കണ്ടുപിടിക്കണം. therefore തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എപ്സിലോൺ എഫ് ഐ ഡിവൈഡ് ബൈ എപ്സിലോൺ എഫ് എക്സ്. ഓക്കെ, മനസ്സിലായില്ല. ഈ മോഡുലസ് എന്തിനാണ് എഴുതുന്നതെന്ന് അറിയാമല്ലോ. അതായത് സിഗ്മ വൈയും സിഗ്മ എഫും ചിലപ്പോൾ അത് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ എപ്സിലോൺ ഇടുന്നത്. തീറ്റ എപ്പോഴും പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഈ മോഡുലസ് ഇടുന്നത്. അപ്പം നെഗറ്റീവ് ആംഗിൾ ക്യാൻസൽ ആയി പോയിക്കോളും, പോസിറ്റീവ് മാത്രമേ കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ മോഡുലസ് ഇടുന്നത്. തീറ്റ നമുക്ക് പോസിറ്റീവ് കിട്ടും. മനസ്സിലായില്ല. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ റിസൾട്ടൻ്റ് വരുമ്പോൾ ഉള്ളതാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മൾ 4 ക്വാഡ്രന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ റിസൾട്ടൻ്റ് വരുമ്പോഴാണ്. അതായത് ഇങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് വരിക. റിസൾട്ടൻ്റ് ഇവിടെ വരും. ഇത് മേക്കുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, ഇത് വെർട്ടിക്കലും ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. ഇവിടെ നോക്കി, ഇത് എവേ ഫ്രം ദിസ് പോയിന്റ് ആയതുകൊണ്ട് ഇത് രണ്ടും എവേ ഫ്രം ദിസ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഈ കേസിലാണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എപ്സിലോൺ എഫ് വൈ ഡിവൈഡ് ബൈ എപ്സിലോൺ എഫ് എക്സ്. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്
എപ്സിലോൺ എഫ് ഐ ഡിവൈഡ് ബൈ എപ്സിലോൺ എഫ് എക്സ്. ക്ലിയർ ആണല്ലോ. ഇനിയും രണ്ടാമത്തത്, വെൻ സിഗ്മ എഫ് എക്സ് ഈസ് നെഗറ്റീവ് ആൻഡ് സിഗ്മ എഫ് ഐ ഈസ് പോസിറ്റീവ്. സിഗ്മ എഫ് എക്സ് നെഗറ്റീവും സിഗ്മ എഫ് ഐ പോസിറ്റീവും. അത് ഏത് ക്വാഡ്രന്റ് ആയിരിക്കും? സെക്കൻഡ് ക്വാഡ്രന്റ് വരും. റിസൾട്ടന്റ് ഇങ്ങനെ വരും. ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. മനസ്സിലായല്ലോ. ഇവിടെ y പോസിറ്റീവും എക്സ് നെഗറ്റീവുമാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഇവിടെ അപ്പോൾ തീറ്റ എങ്ങനെ വരും? തീറ്റ ഈസ് ഈക്വൽ ടു tan inverse മോഡുലസ് ഓഫ് സിഗ്മ എഫ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ്. ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആർ എന്ന് പറയുന്നത് റിസൾട്ടിൻ്റെ തീറ്റ ഈസ് ഈക്വൽ ടു 180 മൈനസ് തീറ്റ. ഇത് ഓർത്തിരിക്കണം. നമുക്ക് തീറ്റ കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ തീറ്റ ആർ 180 മൈനസ് തീറ്റയാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇത് ഫസ്റ്റ് കണ്ടീഷനാണ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. തേർഡ് എന്ന് പറഞ്ഞാൽ വെൻ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും നെഗറ്റീവ്. അത് ഏത് ക്വാഡ്രന്റ് വരും? ഇവിടെ വരും. ഇങ്ങോട്ടാണ് റിസൾട്ടൻ്റ് ആറ്. ഇവിടെ വൈ, ഇവിടെ എക്സ് ആക്സിസ്, ഇവിടെ വൈ ആക്സിസ്. ഓക്കെ. തേർഡ് ക്വാഡ്രന്റ് വരുമ്പോൾ ഇവിടെയാണ് തീറ്റ. ഓക്കെ. സിഗ്മ എക്സും സിഗ്മ വൈയും നെഗറ്റീവ്. അപ്പോൾ എങ്ങനെ കിട്ടും? തീറ്റ ഈസ് ഈക്വൽ ടു tan inverse സിഗ്മ എഫ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ്. ഇവിടെ തീറ്റ ആറ്, റിസൾട്ടിൻ്റെ തീറ്റ ആറ് എന്ന് പറഞ്ഞാൽ 180 പ്ലസ് തീറ്റ ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് ആണ് റിസൾട്ട് എങ്കിൽ തീറ്റ ആർ 180 പ്ലസ് തീറ്റ. ഇനി നാലാമത്തെ കണ്ടീഷൻ, വെൻ സിഗ്മ എഫ് എക്സ് ഈസ് പോസിറ്റീവ് ആൻഡ് സിഗ്മ എഫ് ഐ ഈസ് നെഗറ്റീവ്. അതായത് നാലാമത്തെ ക്വാഡ്രന്റ് വരും. വൈ വൈ എക്സ് എക്സ് ഇവിടെ വരും. റിസൾട്ടൻ്റ് ഇവിടെ വരുമ്പോഴാണ് കണ്ടീഷൻ. മനസ്സിലായല്ലോ. ഈ കണ്ടീഷനിൽ തീറ്റ എന്തായിരിക്കും? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ്. അപ്പോൾ തീറ്റ ആർ ഇസ് ഈക്വൽ ടു 360 മൈനസ് തീറ്റ. ഓക്കെ. ഇങ്ങനെ 4 കണ്ടീഷൻ ഉണ്ട്. ഓക്കെ. ഏത് ക്വാഡ്രന്റിലാണോ നമ്മുടെ പ്രോബ്ലത്തിൽ റിസൾട്ടൻ്റ് വരുന്നത് അതനുസരിച്ച് വേണം നമ്മൾ തീറ്റ ആണ് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ ആറും തീറ്റയും സെയിം തന്നെയാണ്, ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ കണ്ടുപിടിച്ചിട്ട് തീറ്റ ആറ് കണ്ടുപിടിക്കാൻ 180 മൈനസ് തീറ്റ. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിൽ 180 പ്ലസ് തീറ്റ. ആൻഡ് ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ 360 മൈനസ് തീറ്റ. ഇങ്ങനെ 4 ഉണ്ട്. ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് അറിയേണ്ടത് റിസൾട്ടൻ്റിൻ്റെ ഇക്വേഷൻ. റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ സ്ക്വയർ. ഇത് പറയണം. തീറ്റ കണ്ടുപിടിക്കാനുള്ളതിൻ്റെ 4 ഇക്വേഷൻ, 4 ക്വാഡ്രന്റ് ആണെങ്കിൽ 4 എണ്ണത്തിനുള്ള തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ.